ഈ ഒമർഖാന്റെ ഓരോ തമാശകളെ ഒമർ ഫൺ പുള്ളി അത് പറയുന്നുണ്ട്. ഇതിന്റെ ഒരു തമാശയാണ് കേട്ടോന്ന് പറഞ്ഞു വരുന്നത്. ബാഡ് ബോയ്സിനെ കുറിച്ചാണ്. അച്ചട്ടായി എന്നാണ് പറയാറുള്ളത് കേട്ടോ. കാരണം ബാഡ് ബോയ്സ് എന്നുള്ളതിന്റെ ബാഡ് എന്നുള്ള വാക്ക് അച്ചട്ടായിരിക്കണം. എന്തായാലും സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. അതായത് പണ്ട് ആരോ പറഞ്ഞ പോലെ, ഒരു പയ്യൻ പറഞ്ഞ പോലെ, ചെലോൽത് റെഡിയാവും, ചെലോൽത് റെഡിയാവില്ല. ഇത് നമുക്ക് റെഡി ആയിട്ടില്ല, എന്നാ എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പോണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയേക്കാം. അതും ചിലപ്പോ കേട്ടോ, ഉറപ്പൊന്നുമില്ല, സംശയം ഉണ്ടേ. അങ്ങനെയായിരുന്നു അവസ്ഥ. ഇപ്പൊ ഇരിക്കുന്ന ഒരു അവസ്ഥ അങ്ങനെയാണ്. എന്തായാലും ഈ സിനിമയ്ക്ക് പോകാനുള്ള 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത്, എൻ്റെ ഒരു സുഹൃത്ത്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റിവ്യൂവറുടെ പേരൊന്നും ഞാൻ പറയുന്നത്, കാരണം പുള്ളിയുടെ അഭിപ്രായം, എനിക്ക് എൻ്റെ അഭിപ്രായം, നിങ്ങൾക്ക് ചിലപ്പോൾ കാണുന്നത് നിങ്ങൾക്ക് ഇത് വലിയ ഇഷ്ടമായിട്ടുണ്ടാവാം. അപ്പൊ അതൊന്നും നമ്മൾ പറയുന്നില്ല. എന്തായാലും ഒരു റിവ്യൂ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര റിവ്യൂ ആണ് വന്നിട്ടുള്ളത്, ഞാനും എപ്പോഴും കാണാറുള്ള ഒരാൾ തന്നെയാണ്, അതുകൊണ്ട് ഓക്കെ, അത് സൂപ്പർ ആയിരിക്കും എന്ന് വിചാരിച്ചു. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ ട്രെയിലർ, മറ്റു സംഭവങ്ങളും ടീസറും ഒക്കെ കണ്ട സമയത്ത് കുറച്ചൊരു ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഒമറിൽ പണ്ടൊക്കെ ചെയ്തിട്ടുള്ള ആദ്യത്തെ 1-2 പടങ്ങൾ പോലെ കുഴപ്പമുണ്ടാവില്ല. ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു 2-3 പടങ്ങൾ പോലെയുള്ള അലംഭാവം ഒന്നും ഇതിൽ കാണാനുണ്ടാവില്ല എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു കേട്ടോ. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, അതന്നെയാണ് ഇതിന്റെ മെയിൻ കാരണം. അതായത് ഇതിലെ നായകനായിട്ട് വന്നിട്ടുള്ള റഹ്മാൻഖാന്റെ ഭാഗം ഏറെക്കുറെ ഒരു 90% വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുമുണ്ട്. കാരണം കിട്ടിയ പുള്ളിക്ക് സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുത്ത കംബാക്ക് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ കംബാക്ക് ആണ്. പക്ഷെ തെരഞ്ഞെടുത്ത സ്ക്രിപ്റ്റ് മാറിപ്പോയി എന്നുള്ളതാണ് പ്രശ്നം. ഇതിൽ പുള്ളി കഴിഞ്ഞിടാനുള്ള എല്ലാ അവസരവും ഉണ്ട്. കിട്ടിയത് വെച്ച് പുള്ളി മാക്സിമം ചെയ്തിട്ടുമുണ്ട്. അതായത് തമാശകളൊക്കെ അത്ര വർക്കൗട്ട് ആയിട്ടില്ലെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളി. നമ്മള് നല്ല ചുറുചുറുക്കുള്ള, നല്ല അതായത് ഉള്ള പ്രായം തോന്നാത്ത, അതിനേക്കാൾ യങ്ങായിട്ട് ഫീൽ ചെയ്യുന്ന, അങ്ങനെ നല്ല ഭംഗിയുള്ള ആളുകളൊക്കെ നമ്മൾ പറയാറില്ല, ഓ മമ്മൂട്ടിയാണെന്ന്. അത്തരത്തിൽ ഒരു മമ്മൂട്ടിയാണ് നമ്മുടെ റഹ്മാനൊക്കെ. സ്ക്രീൻ പ്രസൻസ് കൊണ്ട്, അഭിനയം കൊണ്ടല്ല, അഭിനയം മോശമാണെന്നല്ല, പക്ഷെ മമ്മൂക്കിയായിട്ടൊന്നും താരതമ്യം ചെയ്യുന്നില്ല. പക്ഷെ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ചില ഭാവങ്ങൾ, ചില നോട്ടങ്ങൾ, ചില ഷോട്ടുകൾ, അതൊക്കെയുള്ള അപാരമായിട്ടുള്ള സ്ക്രീൻ പ്രസൻസ് ഭയങ്കരമായിരുന്നു. അത് കറക്റ്റായിട്ട് ഫിലും ചെറിയൊരു മമ്മൂട്ടിയാണ് നമുക്ക് പറയാൻ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നന്നായിട്ട് വന്നു. ആൻഡ് ഇതിലൊരു പാട്ടുണ്ട്. ആ പാട്ടും ഭയങ്കര സംഭവമൊന്നും അല്ലെങ്കിലും കുഴപ്പമില്ലാത്ത, തിരക്കേടില്ലാത്ത രീതിയിലുണ്ട്. പിന്നെ അവിടെ ആയിട്ട് പുട്ടിന് പീര എന്ന് പറയാൻ പറ്റില്ല, അതിന് മാത്രമൊന്നുമില്ല. എന്നാൽ കുറച്ച് പീരേ ഉള്ളൂ. ഉള്ള പുട്ടിക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി. അങ്ങനെയുള്ള കുറച്ച് നല്ല നല്ല സ്ഥലങ്ങൾ, നല്ല നല്ല ചെറിയ ചെറിയ സീൻ, ചെറിയ കുഞ്ഞി സീനുകൾ കേട്ടോ ഉണ്ടായിരുന്നു. ക്യാമറയിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു, കളർഫുൾ ആയിരുന്നു. ആൻഡ് ഒമർ ലുലു കുറച്ചു കാലങ്ങളായിട്ട് ചെയ്യുന്ന ഒന്റെ ചെറിയ തമാശകൾ ഉണ്ടല്ലോ, അത്തരത്തിലൊരു തമാശയായിട്ട് മാത്രം അത് കണക്കാക്കിയാൽ മതി. വെറും തമാശയാണ്, എന്നാൽ അതൊക്കെ വർക്കൗട്ട് ആയിട്ടില്ല. തമാശയാണെങ്കിൽ അത് വർക്കൗട്ട് ആവണല്ലോ, അങ്ങനെയൊന്നുമില്ല. കുറെ ചപ്പി പരിപാടികളാണ് ചെയ്തു വെച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കണ്ടിരിക്കാൻ പറ്റുമോ എന്നാണ് അടുത്ത ചോദ്യം എന്നുണ്ടെങ്കിൽ, വേണമെങ്കിൽ കണ്ടിരിക്കാം എന്നുള്ളൊരു അവസ്ഥ. ഏതായാലും പൈസ കൊടുത്തു എന്നാ കണ്ടിരിക്കാം. ചില പടങ്ങളുണ്ടല്ലോ, പൈസ കൊടുത്തും പോയി, ഇത് കണ്ടിരിക്കും വയ്യ, എനിക്ക് വയ്യ, ഞാൻ ഇറ്റ് പോകണമെന്നില്ല, അങ്ങനെയൊന്നുമില്ല. പൈസ കൊടുത്തു, ഏതായാലും അത് പോയി, എന്നാ കണ്ടേക്കാം എന്നുള്ളൊരു ഫീലെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ അവസ്ഥയല്ല പറയണത്, നിങ്ങളെ അവസ്ഥ എന്താ എനിക്ക് അറിയില്ല. പേടിയാണ് ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയണേ. അപ്പൊ ഞാൻ വളരെ ജെന്യൂനായിട്ടാണ് പറയണത്, കാരണം എനിക്കാണ് ഫീല് വന്നിട്ടുള്ളത്. ബാഡ് ബോയ്സ് വളരെ മോശം സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളരെ മോശം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ പറഞ്ഞിട്ടുള്ള 2-3 സംഭവങ്ങളല്ലാതെ വേറെ ഒന്നും ഇതിലില്ല. സ്ക്രിപ്റ്റ് വൈസ്, അതായത് ഞാൻ പറഞ്ഞല്ലോ അച്ചട്ടായി, ബാഡ് ബോയ്സിലെ ബാഡ് അച്ചട്ടായി എന്ന്, അത് തന്നെയാണ്. കാരണം ബാഡ് സ്ക്രിപ്റ്റ്, ബാഡ് സ്റ്റോറി, ബാഡ് അവതരണം, ചില ആളുകളുടെ ബാഡ് ആയിട്ടുള്ള അഭിനയം, പിന്നെ വളരെ ബാഡ് ആയിട്ടുള്ള തമാശകൾ, ഒട്ടും രസമില്ലാത്ത അത്രയും ബാഡായിട്ടുള്ള തമാശകൾ, ഇതൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇതില് എന്താ പറയാ, നമ്മൾ അവിയൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറയില്ലേ, കുറച്ച് ക്യാരറ്റ്, കുറച്ച് ബീട്രൂട്ട്, കുറച്ച് വെണ്ടയ്ക്ക, കുറച്ച് മുരിങ്ങയ്ക്ക, കുറച്ച് അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ, ക്യാ അല്ലേ, വട്ടയ്ക്ക. അപ്പോ അത്തരത്തിലൊക്കെ നമ്മൾ പറയും, കുറച്ച് കുറച്ച് എല്ലാം കൂടെ കൂട്ടിയിട്ടുണ്ട് അവിയൽ. അങ്ങനെ ഒരു അവിയൽ പരിവാക്കി വെച്ചിട്ടുണ്ട്, ഒരു തട്ടിക്കൂട്ട് അവിയലാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. അതിന് കുറച്ച് ധ്യാൻ, റഹ്മാൻ കുറെ ഉണ്ട്, പ്രധാനപ്പെട്ട ചേരുവയാണ്. അതല്ലാതെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് അശ്വന്ത് ഗോക്കിന്റെ പോലെ തോന്നിക്കുന്ന ഒരാള് റിവ്യൂസിനൊക്കെ നല്ല കൊടുക്കൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആറാട്ടണ്ണൻ, കുറച്ച് പുള്ളിക്കാരന്റെ പേര് പെരേര, എന്ത് പെരേരാണ്, അലിൻ ജോസ് പെരേര, അതെ പുള്ളി. പിന്നെ കുറച്ച് ബാബു ആന്റണി, കുറച്ച് വേറെ ആരൊക്കെയുണ്ട്, അങ്ങനെ കുറച്ച് 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 എല്ലാം കൂടെ കൂട്ടിയിട്ട്
എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേവൊന്നും പാകമായിട്ടില്ല, എന്തൊക്കെയോ കാണിച്ചു കൂട്ടി കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വെന്തൊന്നൊക്കെയോ വേഗാത്തോണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് പിന്നെയും വേഗാത്തോണ്ട് പുറത്തിട്ട് വെച്ച് തിളച്ച വെള്ളം ഒഴിച്ച് ഉപ്പ് പാകമായിട്ടില്ല എന്നാൽ ഉപ്പിട്ടിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു ഒരു ഒരു കച്ചറ പരിപാടിയാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളതെന്നാണ് സത്യസന്ധമായിട്ടുള്ള അവസ്ഥ. എന്തുകൊണ്ടാണ് ഇങ്ങനെ റിവ്യൂ പറഞ്ഞത് വെച്ചാൽ ഇതാണ് അവസ്ഥ. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും ഇതൊക്കെ എന്താ ഇതെന്ന്. വെറുതെ കുറച്ച് സ്ലോ മോഷൻ. അവസാനത്തെ ഒരു ഫൈറ്റ് ഉണ്ട്, ക്ലൈമാക്സ് സമയത്തുള്ള ഒരു ഫൈറ്റ്. ആ ഫൈറ്റിൽ റഹ്മാൻ പൊളിയായിട്ട് ഫീൽ ചെയ്തു. കുറെ സ്ഥലം, എല്ലാം അല്ല, കുറെ സ്ഥലങ്ങൾ ഭയങ്കര പൊളിയായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ചില ഡയലോഗ്സ് ഒക്കെ വെറുതെ എന്തൊക്കെയോ ഡയലോഗ്സ് വെറുതെ ഇങ്ങനെ പറയാ. പിന്നെ എവിടേക്കോ ചെറിയൊരു ആട് സിനിമ ഉണ്ടല്ലോ നമ്മുടെ സാജിപ്പാപ്പൻ, അത്തരത്തിൽ കുറച്ച് സാധനം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. വർക്കൗട്ട് ആയിട്ടില്ല, പക്ഷെ 1-2 സ്ഥലങ്ങളിൽ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കുറെ BGM കൊടുത്തിട്ടും അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികൾ ചെയ്ത് കാണിച്ചു കൂട്ടാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. ആൻഡ് അവരുടെ ഒരു ടീമായിട്ടുള്ള കുറച്ച് ആളുകൾ, ആ ടീമൊക്കെ സെറ്റ് ആയിരുന്നു, പക്ഷെ അവർ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും അത്ര സെറ്റ് അല്ല. എന്തായാലും സ്ക്രിപ്റ്റില് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു സാധനം ചെയ്യേണ്ട ആവശ്യം സത്യത്തിൽ ഉണ്ടായിരുന്നോ നമ്മൾ ചോദിച്ചാൽ അത് തെറ്റാണ്. കാരണം ഇത് ഉമർ ഖാന്റെ ഒരു തമാശയാണ്. ആൻഡ് ഉമർ ഫൺ തമാശ നമ്മൾ തമാശയായിട്ട് കാണാം. പുള്ളിന്റെ ഒരു തമാശകളെ കണ്ട ആളുകൾ അഭിപ്രായം അറിയിക്കുക. ടാറ്റ.